നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കഴിഞ്ഞു. ചാനൽ സ്ക്രീനുകളിൽ വലിയ അക്കങ്ങൾ ഇങ്ങനെ തെളിയുകയാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കണക്കുകൂട്ടലുകളും തുടങ്ങിക്കഴിഞ്ഞു. ചിലർക്ക് ഇത് ആഘോഷ നിമിഷമാകുമ്പോൾ മറ്റു ചിലർക്ക് ഇത് ആശങ്കയുടെ നിമിഷം കൂടിയാണ്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രവചനങ്ങളുടെ ഈ പെരുമഴക്കാലത്തും യഥാർത്ഥ വിധി ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിലെ ആ വോട്ടിംഗ് മെഷീനുകൾക്കുള്ളിൽ ഭദ്രമാണ്, സുരക്ഷിതമാണ്. കണക്കുകൾ കൊണ്ട് അളക്കാനാകില്ല ഒരു നാടിൻ്റെയും ഒരു ജനങ്ങളുടെയും വികാരം. സർവേകൾക്ക് പിടിച്ചെടുക്കാനാകില്ല നിശബ്ദനായ വോട്ടറുടെ ആത്മസംഘർഷങ്ങൾ. കാറ്റ് എങ്ങോട്ടെന്ന് ചിലർ പ്രവചിക്കുമ്പോൾ കൊടുങ്കാറ്റാണോ അതോ ശാന്തമായ മാറ്റമാണോ വരാനിരിക്കുന്നത് എന്ന് തീരുമാനിക്കാൻ ഒരു ജനതയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവചനങ്ങൾ കേവലം ദിശാസൂചകങ്ങൾ മാത്രമാണ്, അന്തിമ വിധിപ്പകർപ്പല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രവചനങ്ങൾക്കപ്പുറം ജനവിധി എന്താകുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. ഓരോ വോട്ടും ഓരോ ചരിത്രമാകുന്ന ഈ നിമിഷത്തിൽ യഥാർത്ഥ ജനഹിതത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ്. എന്തായാലും ആദ്യം തലക്കെട്ടുകൾ നോക്കാം. എക്സിറ്റ് പോൾ ഫലം വന്നതോടെ സമ്മിശ്ര പ്രതികരണവുമായി മുന്നണികൾ. UDF ക്യാമ്പുകൾ ആവേശത്തിൽ. എക്സിറ്റ് പോളുകളെ തള്ളിപ്പറഞ്ഞ് ഇടതുപക്ഷം. യഥാർത്ഥ ഫലത്തിനായി കാത്തിരിക്കണമെന്ന് നേതാക്കൾ. സംസ്ഥാനത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ BJP. ദേശീയ രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച് ബംഗാൾ BJP പിടിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. ബംഗാളിൽ അട്ടിമറിയെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി തൃണമൂൽ കോൺഗ്രസ്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് അവകാശവാദം. ബാംഗ്ലൂരിൽ ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. മരിച്ചത് എറണാകുളം സ്വദേശികളായ സ്മിത, ലത എന്നിവർ. മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. അപകടത്തിൽപ്പെട്ടത് വിനോദയാത്രാ സംഘം. കർണാടക സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തും. ഇറാനിലെ US ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $120 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്ക്. ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എണ്ണവില $140 ആക്കുമെന്ന് ഇറാൻ. ആശ്വാസമായി സംസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. താപനിലയിൽ നേരിയ കുറവ്. മെയ് 2 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL-ൽ റൺമല തീർത്തിട്ട് മുംബൈ ഇന്ത്യൻസിന് 6ാം തോൽവി. 244 റൺസ് വിജയലക്ഷ്യം. ഹൈദരാബാദ് മറികടന്നത് 8 പന്തുകൾ ശേഷിക്കെ. ഹെൻറിച്ച് ക്ലാസൻ വിജയശില്പി. ജയത്തോടെ ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ 1ാമത്. മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. എന്തായാലും ഫലങ്ങൾ പുറത്തു വന്നതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണ് UDF ക്യാമ്പ്. കാരണം 10 വർഷത്തിന് ശേഷം തങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എന്തായാലും ഈ ഒരു എക്സിറ്റ് പോളുകളിൽ നിന്നും UDF ക്യാമ്പിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് ക്ലോസ് ഫൈറ്റാണ്. 3ാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ഇപ്പോഴും LDF ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളുകളെ തങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഫലത്തിനായി കാത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളടക്കം പ്രതികരിച്ചത്. ഇരു മുന്നണികളുടെയും സീറ്റ് വിഹിതത്തിലെ നേരിയ മാർജിനാണ് LDF ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. മറ്റൊന്ന് NDA ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. അതാണ് നിലവിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ വന്നു. എന്തായാലും മുന്നണികളൊക്കെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വലിയ ആവേശത്തിലുമാണ്. പക്ഷേ UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പറഞ്ഞ 100 സീറ്റ് എന്നതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം കൂടി, ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുമില്ല. എന്താണ് ഈ രാഷ്ട്രീയ ക്യാമ്പുകളിലെ പ്രതികരണങ്ങൾ, അവരുടെ ഒരു ആവേശമൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ?
ഇതിന് ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെയും വന്നു. അതിൻ്റെ ഒരു ആവേശം UDF ക്യാമ്പിലുണ്ട്. പക്ഷെ അത് പൂർണ്ണമായ ഒരു വലിയൊരു ആവേശത്തിലേക്ക് ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും കാരണം അതിൻ്റെ നമുക്ക് എടുത്തു പറയും ഈ നമ്പറുകൾ തന്നെയാണ്. കാരണം വളരെ നേരിയ തോതിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ഒരു സീറ്റ് വ്യത്യാസത്തിന്റെ കാര്യത്തിലുള്ളത് എന്നതാണ്. 90 സീറ്റ് വരെ ഒരു എക്സിറ്റ് പോൾ ഫലം UDFന് അനുകൂലം എന്ന നിലയ്ക്ക് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ തന്നെയും ഈ 80-ന് താഴേക്ക് എത്തുന്ന ഒരു നില തന്നെയാണ്. 80-ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു നെക്ക് ടു നെക്ക് ഫൈറ്റ് തന്നെ ആ നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും. ആ നിലയ്ക്ക് തന്നെയാണ് പല മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലായ ഒരു സാഹചര്യമാണ്. എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നതാണ്. ഇത് തന്നെയാണ് ഇടതു മുന്നണിയെയും അവർക്കിപ്പോൾ. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു എക്സിറ്റ് പോൾ പോലും ഭരണ തുടർച്ചയെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് UDFന്റെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു 100 സീറ്റിന്റെയൊക്കെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ അതിലേക്കൊന്നും തന്നെ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം 2001-ന് ശേഷം ഇതുവരെയും 90-ന് മുകളിലേക്ക് ഒരു സീറ്റിലേക്ക് പോകാൻ കോൺഗ്രസിനോ UDFനോ സാധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ചരിത്രം ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ ഭരണത്തിൽ വന്ന സമയങ്ങളിലൊക്കെ തന്നെയും LDF 90-ന് മുകളിലേക്ക് സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിരുന്ന VS അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അത് 60-നടുത്ത് അല്ലെങ്കിൽ 70-നടുത്ത് സീറ്റുകളിൽ തന്നെ അവർക്ക് മുന്നേറ്റം നടത്താൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഇടതു മുന്നണിയും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ആർക്കോ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രതീക്ഷയുടെ ഒരു പോളിംഗ് അല്ലെങ്കിൽ ആ കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കുള്ള പോളിംഗ് അതിൻ്റെ കണക്കറിയണമെങ്കിൽ 4-ാം തീയതി വരെ കാത്തിരിക്കണമെന്ന് തന്നെയാണ് ഇടത് നേതാക്കൾ അണികളോടും ഒപ്പം തന്നെ പൊതുവിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതിലും BJP ക്യാമ്പും ഈ നിലയിൽ NDA ക്യാമ്പും വലിയ രീതിയിലുള്ള ആശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 1 മുതൽ 14 സീറ്റുകൾ വരെയാണ് BJPക്ക് ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ 7 വരെ സീറ്റുകളൊക്കെ തന്നെയും ഏതാണ്ട് ഈ ശക്തമായ രീതിയിലുള്ള മത്സരങ്ങൾ നടക്കുന്ന ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടങ്ങളിലൊക്കെ തന്നെയും വിജയിച്ചു വരാൻ BJPക്ക് കഴിയും എന്ന് തന്നെയാണ് BJP ക്യാമ്പും പങ്കുവയ്ക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ഭരണത്തിലേക്ക് ഒരു 10 വർഷത്തിന് ശേഷം വരാൻ കഴിയുമെന്നത് UDF ക്യാമ്പിന് കൊടുക്കുന്ന ഒരു ആവേശം, അത് ചെറുതായിട്ടുള്ളൊരു ആവേശമല്ല, മറിച്ച് അത് വലിയ രീതിയിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഒപ്പം തന്നെ മറ്റ് പല ഘടകങ്ങളെയും അത് ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇത്തവണ ഭരണത്തിലേക്ക് എത്തും എന്ന് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞിരുന്ന ആ ഒരു പല്ലവി അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു. അതിൻ്റെ സൂചനയാണിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഈ ഒരു എക്സിറ്റ് പോൾ പോലും ഇത്തരത്തിൽ ഭരണ തുടർച്ച പറയുന്നില്ല എങ്കിലും അവരും പ്രതീക്ഷ കൈവിടുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം നേരിയ മാർജിൻ മാത്രമാണ്, അത് മറിയാനുള്ള സാധ്യത തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് LDF. അതുകൊണ്ട് തന്നെ ഇത്തവണയും അധികാരത്തിൽ വരാൻ കഴിയും, അല്ലെങ്കിൽ 3-ാം വട്ടവും അധികാരത്തിലേക്ക് വരാൻ കഴിയും എന്ന് തന്നെയാണ് LDFും പ്രതീക്ഷ വെക്കുന്നത്. BJP ക്യാമ്പും ഇത്തവണ എന്തായാലും അക്കൗണ്ട് തുറക്കാൻ കഴിയും. അതിൽ കൂടുതൽ സീറ്റുകളും വോട്ട് ഷെയറിലുള്ള വർധനയും തന്നെയാണ് വലിയ പ്രതീക്ഷയായി തന്നെ ഈ BJP ക്യാമ്പ് NDA ക്യാമ്പ് കാണുന്നത്. തീർച്ചയായിട്ടും അതാണ്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് എല്ലാ മുന്നണികളും വെച്ച് പുലർത്തുന്നത്. NDAക്ക് ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചില എക്സിറ്റ് പോളുകളൊക്കെ തന്നെ പ്രവചിക്കുന്നത്. എന്തായാലും കേരളത്തിൻ്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള ഫലങ്ങളാണ് എക്സിറ്റ് പോൾ ഫലമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്തായാലും മലബാർ മേഖലയെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. UDF ക്യാമ്പുകൾ ഈ ഫലം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു. പക്ഷേ ഇടതുപക്ഷം എക്സിറ്റ് പോൾ ഫലം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ മട്ടിലുമാണ്. മലബാർ മേഖലയിലെ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഈ മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അടക്കമുള്ള ജില്ലകളുണ്ട്. UDFന് നിലവിൽ യാതൊരു തരത്തിലുമുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ജില്ലകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കുമെന്ന് പറയുന്നു. പക്ഷേ LDF ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, അല്ലേ?
ലിജിൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 9 മുതൽ 11 വരെ സീറ്റുകൾ പോലും എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF അനുകൂലമായി പറയുമ്പോഴും LDF ആത്മവിശ്വാസത്തിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. കാരണം മുൻപുണ്ടായിരുന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇവയെല്ലാം തന്നെ തെറ്റായി വന്ന പശ്ചാത്തലത്തിൽ അത്തരമൊരു ഫലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് LDF എന്ന് പറയാം. നമുക്കറിയാം 13 സീറ്റുകളാണ് കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ളത്. ഇതിൽ 11 സീറ്റുകൾ LDF നേടിയിട്ടുണ്ട്. 2 സീറ്റുകൾ വടകര കൊടുവള്ളി സീറ്റുകളാണ് UDF കയ്യിൽ ഉള്ളത്. LDF സംബന്ധിച്ച് മുൻകാലങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റങ്ങളൊന്നും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിക്കളയുന്നതിലേക്ക് LDF കേന്ദ്രങ്ങൾ എത്തിയിട്ടുള്ളത്. വടകരയും കൊടുവള്ളിയും UDF വലിയ മേൽക്കൈ സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇത്തവണ വലിയ കടുത്ത മത്സരം നൽകാൻ UDF ക്യാമ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8 മുതൽ 9 വരെ സീറ്റുകളാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നതെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അത് 11ലേക്ക് വരെ നീളും എന്നുള്ള തരത്തിൽ 2 മുതൽ 4 വരെ സീറ്റിലേക്ക് LDF ചുരുങ്ങുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ ഫലങ്ങളിലാണ് സത്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്തിമ ഫലം എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയുണ്ട്. വലിയ ശക്തമായ മത്സരം നടന്നിട്ടുള്ള ചില മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നതിനപ്പുറത്തുള്ള ചില കണക്കുകൂട്ടലുകളാണ് LDF കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സമുദായ വോട്ടുകളുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ വ്യക്തിപരമായി മുൻപ് ഉണ്ടായിരുന്ന MLA-മാരാണ് മത്സരിച്ചിരുന്നത്. മണ്ഡലങ്ങളിൽ 2 മന്ത്രിമാർ മത്സര രംഗത്ത് ഇറങ്ങിയിരുന്നു. കൊയിലാണ്ടിയിലാണെങ്കിൽ മുൻപ് മത്സരിച്ചിരുന്ന K. ദാസൻ MLA, ഒപ്പം തന്നെ നിലവിലുള്ള MLA-മാർ എല്ലാം തന്നെ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ ആരെയും പരിചയപ്പെടുത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ അട്ടിമറി നടന്നാലും അവസാന സമയത്ത് നേരിയ എഡ്ജ് LDF ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തീർത്തും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മികവുറ്റ സ്ഥാനാർത്ഥികളായിരുന്നു. നാദാപുരം ഉൾപ്പെടെയുള്ള LDF കുറേ കാലമായുള്ള കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതുൾപ്പെടെയുള്ള ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. ഏതായാലും കണക്കുകൂട്ടലുകൾ അവസാന നിമിഷവും കൂട്ടിക്കിഴിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ണൂരിൽ ഉൾപ്പെടെ നമുക്കറിയാം വലിയ തരത്തിലുള്ള ഭിന്നതകൾ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ UDF ക്യാമ്പിന് അനുകൂലമാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ്. കാസർഗോഡ് പോലുള്ള മണ്ഡലങ്ങളിൽ തുടർച്ചയായി വിജയിക്കുന്ന LDF വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ നേരിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ അതെല്ലാം തന്നെ UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരം ഫലങ്ങളിലൊന്നും തന്നെ വലിയ കാര്യമില്ല എന്നുള്ള മട്ടിലാണ് LDF ക്യാമ്പ്. ഏതായാലും ഇനി ദിവസങ്ങൾ മാത്രമേ ലിജിൻ ബാക്കിയുള്ളൂ. ഇതിൻ്റെ അന്തിമ ഫലം എന്താകുമെന്നറിയാം. തീർച്ചയായിട്ടും അതാണ്. ഏതായാലും കോഴിക്കോട് അടക്കമുള്ള മലബാർ മേഖലയിലെ ജില്ലകളിലൊക്കെ തന്നെ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ജില്ലകളിൽ പൂർണ്ണമായിട്ടും ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊക്കെയാണ് UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. പക്ഷേ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ ഒരു നേരിയ എഡ്ജ് UDF പക്ഷേ എന്നിരുന്നാൽ പോലും അത്രയും വലിയൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകില്ല എന്ന് LDF വിശ്വസിക്കുകയാണ്. എന്തായാലും ജനവിധി അറിയാൻ നമ്മൾ ഇനിയും 1-2 ദിവസം കാത്തിരിക്കേണ്ടി വരും. 4-ാം തീയതി ആയിരിക്കും ജനവിധി ഉണ്ടാവുക. പക്ഷെ അപ്പോഴേക്കും ഈ ക്യാമ്പുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഉണർന്നു കഴിഞ്ഞു. ഇതാണ് കേരളത്തിലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ബംഗാളാണ്. ബംഗാൾ ഇത്തവണ BJP പിടിക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്ന് മമതാ ബാനർജിയും എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല എന്ന് കോൺഗ്രസും ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അസമിലും മികച്ച ഭൂരിപക്ഷത്തിൽ BJPക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പോളിംഗാണ്, അല്ലെങ്കിൽ മികച്ച പോളിംഗാണ് 2 ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയത്. തുടക്കത്തിൽ തന്നെ ഈ മമതാ ബാനർജിയും അതോടൊപ്പം തന്നെ BJP നേതാക്കളും പ്രധാനമന്ത്രിയും അമിത്ഷാ അടക്കമുള്ളവർ അവകാശവാദങ്ങളുമായി മുന്നിൽ വന്നിരുന്നു. ഇപ്പോഴത്തെ എക്സിറ്റ് പോളിൽ നിന്നും കൃത്യമായിട്ടുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. ബംഗാളിൽ വലിയൊരു അട്ടിമറി ഉണ്ടാകും എന്നുള്ളത്. ജിഷ്ണു. പശ്ചിമ ബംഗാൾ ഇത്തവണ BJP പിടിക്കും എന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകിയിട്ടുള്ളത്. പീപ്പിൾ പൾസ് ഒഴികെയുള്ള പുറത്തുവന്ന എല്ലാ ഏജൻസികളും പശ്ചിമ ബംഗാളിൽ BJP 140 മുതൽ പരമാവധി 170 മുകളിൽ വരെ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം പിടിക്കും എന്ന സൂചന നൽകുന്നു.
ലിജിൻ ചൂണ്ടിക്കാട്ടിയതുപോലെ മികച്ച പോളിംഗ് ആണ് 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നിട്ടുള്ള ബംഗാളിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 93% മുകളിലും രണ്ടാം ഘട്ടത്തിൽ 92% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മികച്ച പോളിംഗ് ആർക്ക് അനുകൂലമാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുമ്പോഴാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ BJPക്ക് കൃത്യമായൊരു ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. കാരണം ബംഗാളിന്റെ മണ്ണിൽ ഇതുവരെ സർക്കാർ രൂപീകരിക്കാൻ ഭരണത്തിലേറാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഇത്തവണ കനത്ത പോരാട്ടം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ബംഗാളിൽ നടന്നിട്ടുണ്ട്. ബംഗാളിൽ കൊൽക്കത്തയും ഹൗറയും ഹൂഗ്ലിയും ഉൾപ്പെടെ നോർത്ത് സൗത്ത് 24 പർഗാനസ് ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ അത് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിന്റെ കൈവശമുള്ള മണ്ഡലങ്ങളാണ്. ഇവിടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമം BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. തുടർച്ചയായ റോഡ് ഷോകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ ഈ മേഖലകളിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ഇത്തവണ ബംഗാളിൽ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് പ്രചാരണത്തിൽ BJP നടത്തിയത്. അത് വിജയിക്കുമോ എന്ന് കാത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ യഥാർത്ഥ ജനവിധിയോട് എത്രത്തോളം ചേർന്ന് നിൽക്കും എന്നുള്ളതും നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. നിലവിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി ചെയ്തിട്ടുള്ളത്. ജനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾ തനിക്കൊപ്പം തന്നെ നിൽക്കും എന്ന പ്രതികരണം മമതാ ബാനർജി നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും കോൺഗ്രസും തള്ളിക്കളയുകയാണ്. അതായത് പശ്ചിമ ബംഗാളിലും അസ്സാമിലും കോൺഗ്രസിന് യാതൊരു തരത്തിലുമുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയത്. അസ്സാമിൽ ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തിൽ 126 അംഗ നിയമസഭയിൽ 100ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് BJPക്ക് ഭരണ തുടർച്ച ഉണ്ടാകും. അസമിൽ BJP ഹാട്രിക് അടിക്കും എന്നുള്ളതാണ് എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. അവിടെ പരമാവധി 30 സീറ്റുകൾ വരെ എത്തും കോൺഗ്രസ് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. അതുകൊണ്ട് ആ പ്രവചനങ്ങളെ പൂർണ്ണമായും കോൺഗ്രസ് തള്ളിക്കളയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അസമിലെയും ബംഗാളിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടുതൽ ചർച്ചകളിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വഴിവെച്ചിട്ടുണ്ട്. ഇനി യഥാർത്ഥ ഫലം അറിയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോളുകൾക്ക് സമാനമായി 2 സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ വരുമോ അതല്ലെങ്കിൽ മറിച്ചെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലിജിൻ. തീർച്ചയായിട്ടും ജിഷ്ണു, അതാണ് ബംഗാളിലും അതോടൊപ്പം തന്നെ അസമിൽ BJP തുടരും, ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അതേസമയം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അട്ടിമറി ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഈ എക്സിറ്റ് പോളുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായും എക്സിറ്റ് പോളുകൾ അനുകൂലമാകുന്ന മുന്നണികൾ അതിനെ സ്വാഗതം ചെയ്യാനും അല്ലെങ്കിൽ പ്രതികൂലമാകുന്നവർ അതിനെ എതിർക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് കേരളത്തിലടക്കം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അധികാര തുടർച്ചയുണ്ടാകുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അത് DMK സഖ്യത്തിന് ആശ്വാസമാണ്. പക്ഷേ 128 മുതൽ 147 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ടൈംസ് നൗവിൻ്റെ എക്സിറ്റ് പോൾ പറയുന്നത്. NDA അധികാരത്തിൽ എത്തുമെന്ന് CNN പറയുന്നുണ്ട്. അതേസമയം വിജയിയുടെ TVK 18 മുതൽ 24 വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം അണ്ണാ DMKയും നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകവും അടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അഭ്യൂഹം. രഹസ്യ ചർച്ചകൾ ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഈ ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുക. ബാംഗ്ലൂരിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. എറണാകുളം രാമമംഗലം സ്വദേശികളായ സ്മിത, ലത എന്നിവരാണ് അപകടത്തിൽ മരിച്ച മലയാളികൾ. ഇവരുടെ മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിക്കും. AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്നത് വളരെയധികം ദുഃഖകരമായ വാർത്തയാണ്. മാത്രമല്ല 2 മലയാളികൾ മരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്നെന്തായാലും നാട്ടിലേക്ക് എത്തിക്കും. മറ്റൊന്ന്, ഇവർ ഏത് സാഹചര്യം ഈ കുടുംബശ്രീയിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിജിൻ 56 പേരടങ്ങുന്ന കുടുംബശ്രീ അംഗങ്ങൾ അവരാണ് ഈ ബാംഗ്ലൂരിലേക്ക് പോയത്. അവിടെ വിനോദയാത്രയ്ക്കായിട്ട് പോയതായിരുന്നു. ഈ ശിവാജി നഗറിലാണ് ഇന്നലെ വൈകുന്നേരം 5:30 ഈ അപകടമുണ്ടായത്. കനത്ത വേനലാണ്. അതിനിടയിൽ വേനൽ മഴ പൊടുന്നനെ പെയ്യുകയായിരുന്നു. അതിനിടയിൽ ഈ ശിവാജി നഗറിലുണ്ടായിരുന്ന ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു ചെയ്തത്. ഒരു 30 മീറ്ററോളം മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഒരു 3 അടിയാണ് ഈ മതിലിന്റെ ഉയരം. ഈ മതിലിന് തൊട്ട് ചേർന്ന് ഈ ബാഗുകളും ചെരുപ്പുകളും അങ്ങനെയുള്ള
ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയൊക്കെ വിൽക്കുന്ന ഒരു വഴിയോര കടയുണ്ടായിരുന്നു. ആ കടയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതായിരുന്നു ലത അടക്കമുള്ള ആളുകൾ. അവിടെ വെച്ചാണ് ഈ മതിലിടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴുന്നത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. രണ്ടുപേരും അപ്പോൾ തന്നെ മരണപ്പെടുകയായിരുന്നു. ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. ഒപ്പം തന്നെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രീതി, സിജി, മായ എന്നിവരെ നിസ്സാര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 7 പേർക്ക് മൊത്തത്തിൽ ഈ മലയാളി സംഘത്തിൽ നിന്ന് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇവർക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഇല്ല. ഇന്നലെ തന്നെ കർണാടക മുഖ്യമന്ത്രി ഇന്നലെ അവിടെ സന്ദർശിച്ചിരുന്നു, പരിക്കേറ്റവരെ സന്ദർശിച്ചിരുന്നു. ഒപ്പം തന്നെ ധനസഹായം അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ മരണപ്പെട്ടവരുടെ മൃതദേഹം ഇന്ന് നാട്ടിൽ എത്തിക്കും. ഇന്ന് ഒരു 11:30-12 മണിയോടുകൂടി നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഈ 56 അംഗ സംഘമാണ് എറണാകുളത്ത് നിന്നും വിനോദയാത്രയ്ക്കായിട്ട് അവിടേക്ക് പോയത്. ഇവിടെ സെന്റ് മേരീസ് ബസലിക്കയുണ്ട് ശിവാജി നഗറിലെ, അവിടെ സന്ദർശിക്കുക ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ കുറച്ചു പേരെ ഈ ബസലിക്കയ്ക്ക് ഉള്ളിലായിരുന്നു, മറ്റു കുറച്ചു പേരെ ഈ പുറത്ത് സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെയായിട്ട് ഉണ്ടായിരുന്നു. അവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിനുശേഷം ഇവർ തിരികെ വരാനായിട്ട് അടുത്ത ഒരു സ്പോട്ട് എന്ന് പറയുന്നത് മൈസൂരായിരുന്നു. അവിടേക്ക് പോകാനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. വലിയ സന്തോഷത്തിലായിരുന്നു ഈ അംഗങ്ങളെല്ലാം തന്നെ, കുടുംബശ്രീ അംഗങ്ങളുണ്ട്, എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ വളരെ പെട്ടെന്ന് വളരെ വലിയ മഴ ഈ ശിവാജി നഗറിൽ പെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാന സർക്കാർ അടക്കം അവിടുത്തെ സർക്കാരുമായിട്ട് ബന്ധപ്പെടുകയും വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിജിൻ, ശരി. എന്നാൽ വിനോദയാത്രയ്ക്കായി ബാംഗ്ലൂരിലേക്ക് പോയ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടുന്ന ആ ഒരു സംഘത്തിൽപ്പെട്ടവർക്കാണ് ഈ അപകടം ഉണ്ടായത്. മാത്രവുമല്ല മറ്റ് ചികിത്സയിലുള്ള ആളുകളുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. 2 പേരുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ നാട്ടിലെത്തിക്കും. എ ടി അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിലെ US ഉപരോധം തുടരുമോ എന്ന ആശങ്കകൾക്കിടെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $120 കടന്നു. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിൽ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അതേസമയം ഉപരോധം അവസാനിപ്പിച്ചില്ല എങ്കിൽ എണ്ണവില $140 ആക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനോട് ജർമ്മനി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുകയാണ്. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 3 വരെ ശക്തമായ വേനൽ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. അതോടൊപ്പം തന്നെ താപനിലയിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചൂടിൻ്റെ അതികാഠിന്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതാ വേനൽ മഴ എത്തിയിരിക്കുന്നു. ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നിലവിലുള്ളത്? ഇതിനെ നമ്മൾ കുറച്ച് നാളുകളായി അനുഭവിച്ചിരുന്ന ചൂടിന് നേരിയ തോതിൽ ശമനമുണ്ടായിരിക്കുന്നു തന്നെയാണ്. വേനൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. 3 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഇടിമിന്നലോട് കൂടിയ മഴ, ഒപ്പം തന്നെ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ഈ ജില്ലകളിൽ. ബാക്കിയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയും പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിച്ചിരുന്ന ചൂടിന് അതിന് നേരിയ തോതിലുള്ള ശമനം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിശക്തമായിട്ടുള്ള ചൂട് എവിടെയും തന്നെ ആ നിലയ്ക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് പാലക്കാട് ജില്ലയിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ആ നിലയ്ക്ക് തന്നെ തുടരുകയായിരുന്നു. 40 ഡിഗ്രിക്ക് മുകളിലേക്ക് പോലും പാലക്കാട് ചൂട് ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോഴത് ഏതാണ്ട് 37 ഡിഗ്രിക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. അതിന് അനുപാതമായി തന്നെ ബാക്കിയുള്ള ജില്ലകളിലും ഇത്തരത്തിൽ ചൂട് കുറയുന്ന ഒരു നിലയുണ്ടായിട്ടുണ്ട്. മറ്റ് ഈ 3 ജില്ലകളിൽ ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ടാകും. അത് ശക്തമായ ഇടിയോടുകൂടിയ മഴ തന്നെയായിരിക്കും. 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ലിജിൻ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനം കൊടും ചൂടിൽ ഇങ്ങനെ വെന്തുരുകുകയായിരുന്നു. അവിടെയാണ് വേനൽമഴ ആശ്വാസമായി എത്തുന്നത്. പക്ഷെ അപ്പോഴും വേനൽമഴ പെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കമുള്ളവർ, അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് ഇടിമിന്നൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ കഴിയേണ്ടത് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഈ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകളിൽ കാടും പടലും കയറുന്നതും പാമ്പുകളുടെ താവളമാകുന്നതും പതിവാണ്. വീടിൻ്റെ പരിസരങ്ങളിൽ കാട് വളരുന്നതാണ് ഒരു പരിധിവരെ പാമ്പുകളുടെ ശല്യം രൂക്ഷമാകാൻ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ
പാമ്പ് ശല്യം ജില്ലയിൽ രൂക്ഷമാകുമ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്തുകയാണ് ആലപ്പുഴ തിരുവമ്പാടി സ്വദേശിയായ മുരളീധരൻ നായർ. അതെങ്ങനെയെന്ന് ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാകും. മുറ്റത്ത് പുല്ല് തഴച്ച് വളരില്ല, വൃത്തിയാക്കാനാണെങ്കിൽ അതും വളരെ എളുപ്പം. വീട്ട്മാറ്റാണിപ്പോൾ പാമ്പുകൾ നയിക്കുന്ന ദുരന്തകഥയിൽ നായകവേഷമണിയുന്നത്. വീടിൻ്റെ മുറ്റങ്ങൾ പ്ലാസ്റ്റിക് മൂടി ഉപയോഗിച്ച് മൂടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു തവണ ഷീറ്റ് വിരിച്ചാൽ ദീർഘകാലത്തേക്ക് പുല്ല് വളർച്ച നിയന്ത്രിക്കാനാകുമെന്ന കണ്ടെത്തലിലാണ് ഈ പരീക്ഷണം. സാധാരണയായി 6 മാസത്തിലധികം കേടുപാടില്ലാതെ നിലനിൽക്കും. കട്ടിയുള്ള ഷീറ്റ് ഉപയോഗിച്ചാൽ 1 മുതൽ 3 വരെ വർഷം ഫലപ്രദമാണെന്ന് ഉപയോഗിക്കുന്നവർ പറയുന്നു. പുല്ല് കളിക്കില്ല, ഇടജന്തുക്കൾ കുറയും. പിന്നെ ഒരു 4-5 വർഷത്തോളം നമുക്ക് ഒന്നും ചെയ്യേണ്ട അതിനകത്ത്. തൂത്ത് പിടിച്ച് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. അതിനെ ബ്രഷൊക്കെ ഇരിപ്പുള്ളൂ ഇതോടെ. അതിൽ തൂക്കാനൊക്കെ എളുപ്പമാണ്. ഒരു തവണ പുല്ല് വെട്ടി പറമ്പ് വൃത്തിയാക്കിയാലും ഒരു മഴ കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാകും. ഇനി യന്ത്രം ഉപയോഗിച്ചാലോ വേരോടെ കാടും പടലവും നശിപ്പിക്കാനാകാത്തതിനാൽ പുല്ല് വീണ്ടും വേഗത്തിൽ വളരും. ഈ അവസ്ഥയ്ക്കാണ് ഈ നവീനാശയം ഫലപ്രദമാകുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പറമ്പ് മൂടുന്നതിന് തുടക്കച്ചെലവ് കൂടുതലായിരിക്കും. ഒരു ദിവസം പറമ്പ് വൃത്തിയാക്കാനും ഒരു ദിവസം മൂടാനും എടുക്കും. എന്നാൽ തുടർച്ചയായ പരിപാലനത്തിലൂടെ ചിലവ് കുറയ്ക്കാം. പോളിപ്രൊപ്പിലീൻ ഫാബ്രിക് ഉപയോഗിച്ചാണ് വീട്മാറ്റിൻ്റെ നിർമ്മാണം. വായുവും വെള്ളവും കടന്നു പോകുമെങ്കിലും സൂര്യപ്രകാശം തടയുന്നതാണ് പുല്ലുവളർച്ച നിയന്ത്രിക്കപ്പെടുന്നതിന് കാരണം. അങ്ങനെ പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുന്ന ഇക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമായി മാറുകയാണ് ഈ നവീനാശയം. അമൃത ന്യൂസ്, ആലപ്പുഴ. ബാംഗ്ലൂരിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ജീവനൊടുക്കി. അരുവിക്കര കളത്തുകാൽ കാച്ചാണി സ്വദേശി ആദിത്യൻ PA മരിച്ചത്. BTL കോളേജ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് ആദിത്യൻ. മൃതദേഹം സെയിൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വാഴ 2 അഭിനയത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എന്ന് നടിയും അമൃത TV കോമഡി മാസ്റ്റേഴ്സ് താരവുമായ അശ്വതി ചന്ദ് കിഷോർ വാഴ 2 ശേഷം കൂടുതൽ സിനിമകളിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അഭിനയമാണ് തനിക്ക് താല്പര്യമെന്ന് അശ്വതി ചന്ദ് അമൃത TVയോട് പറഞ്ഞു. വാഴ 2 ഹാഷിർ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായി വന്നുകൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് അശ്വതി ചന്ദ്. മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വാഴ 2 മികച്ച വിജയം നേടിക്കൊണ്ട് എൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സന്തോഷം? പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതിനപ്പുറം സന്തോഷമാണ്. വെറും വാക്കുകൾ കൊണ്ടൊന്നും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ്. ബിഗ് സ്ക്രീനിൽ ഇതിന് മുന്നേയും ഒരു 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പടത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ തന്നെയായിരുന്നു വാഴ 2. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പല രീതിയിലും പല മാധ്യമങ്ങളിലൂടെയും എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഈ അമൃത TVയുടെ കോമഡി മാസ്റ്റേഴ്സിലൂടെയാണ് രംഗപ്രവേശനം. പിന്നീട് ഇപ്പോൾ വലിയ രീതിയിലേക്ക് സിനിമയിൽ ഇപ്പോൾ ഒരു ശ്രദ്ധേയമായ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനി ഭാവിയിലുള്ള സിനിമയും കാര്യങ്ങളൊക്കെ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം സീരിയലുകളിൽ നിന്നായിരുന്നു തുടക്കം. എൻ്റെ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവിടെ നിന്നാണ് ഒരു കോമഡി സ്കിറ്റുകളിലൂടെ പല ചാനലുകളിലെയും കോമഡി പരിപാടികളിലൂടെയാണ് സജീവമായിട്ട് നിന്നത്. ഇതിൻ്റെ ഇടയിൽ 1-2 പടങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമൃത TVയുടെ കോമഡി മാസ്റ്റേഴ്സിലാണ്. അതിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമ ചെയ്യുന്നതും ഇപ്പോൾ അത് തുടർന്ന് വാഴ ചെയ്തതും. അപ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. തുടർന്നുള്ള പ്രോജക്റ്റ് ഇപ്പോൾ അതിരടി എന്ന് പറയുന്നൊരു സിനിമ, ടൊവിനോ ബേസിലും കൂടിയിട്ടുള്ള അതിരടി എന്ന് പറയുന്നൊരു സിനിമയിൽ ഒരു കുഞ്ഞു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് കഥാപാത്രത്തിൻ്റെ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതിൽ ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട്. എന്തൊക്കെയാണെങ്കിലും ഈ വാഴ 2 പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇത്രയും ആഴത്തിൽ പതിഞ്ഞു എന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ കോമഡി മാസ്റ്റേഴ്സ് പോലെയുള്ള കൂടുതൽ ആളുകളെ ചിരിപ്പിച്ച് നിന്നിരുന്ന ഒരു കഥാപാത്രത്തിൽ നിന്ന് ഹാഷിറിൻ്റെ അമ്മ എന്നുള്ളൊരു ശക്തമായ ഒരു കഥാപാത്രത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു ഒരു അഭിനേത്രി എന്നുള്ള രീതിയിലൊരു മാറ്റം? അത് കുറച്ച് പാട് തന്നെയായിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഈ പറയുന്ന പോലെ നമ്മളെ കോമഡിയിലൊക്കെ കണ്ട് അതിലെ പെർഫോമൻസൊക്കെ കണ്ടാണ് ആളുകൾക്ക് എന്നെ പരിചയം കൂടുതൽ. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ തികച്ചും ഈ സ്കിറ്റുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഒരു ഷോട്ടിൽ പോലും
നമ്മൾ ഒരു സ്കിറ്റ് കളിക്കുന്ന പോലെയാണ് ആ കുട്ടി അഭിനയിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സ്കിറ്റ് പോലെ ആയിപ്പോയി അഭിനയം എന്ന് പറയാൻ അങ്ങനെ പറയുന്നത് ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു തോൽവി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ആവാൻ പാടില്ല എന്ന്. പിന്നെ കൃത്യമായിട്ട് നമ്മുടെ വാഴ 2ൻ്റെ ഡയറക്ടർ സവിൻ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാര്യം സവിൻ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ സവിനോട് ചോദിക്കും, സവിൻ ഞാൻ ചെയ്തത് ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നൊക്കെ ചോദിച്ചു. കൃത്യമായിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഞാൻ ആ കഥാപാത്രം ചെയ്തത്. അപ്പോൾ അത് ഒരു എന്താ പറയുക, അത് കൃത്യമായ അളവിൽ എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് അനുസരിച്ച് അഭിനയിക്കാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ്സ് നമ്മുടെ ഡയറക്ടർക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ വാഴ 2 ഭയങ്കരധികം മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റ് അടുത്ത സിനിമകളിലേക്കൊക്കെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുണ്ടോ? ഇപ്പം നിലവിൽ വേറെ ഒന്നിനും അങ്ങനെ എന്നെ വിളിച്ചിട്ടില്ല നിലവിൽ. പക്ഷേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടെന്ന് ഞാനിങ്ങനെ അറിയുന്നുണ്ട്. പിന്നെ ഇനി പുതുതായിട്ട് ഇവർ കാസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കാം വിളി വരുന്നതെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. വിശ്വാസമുണ്ട്, എനിക്ക് വിളിക്കും, ഇനിയും അവസരങ്ങൾ വരും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഈ വാഴ 2ൻ്റെ വിജയം ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഉണ്ട്. ഈ എങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം? ഇതേപോലെ തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണോ, അല്ലെങ്കിൽ ഒരു ശക്തമായ കഥാപാത്രമായിട്ട് തുടരാനാണോ? എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എയിം, അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്നൊക്കെ പറയുന്നത് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് എന്ത് ക്യാരക്ടറും ചെയ്യാൻ പറ്റണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിപ്പോൾ ചിരിപ്പിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ കരയിപ്പിക്കുക എന്നുള്ളതിലുപരി കുറച്ച് മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനേത്രി ആവണമെന്നാണ്. അപ്പോൾ ഇന്നത് എന്നുള്ളൊരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ വരുന്ന കഥാപാത്രങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ മിനി സ്ക്രീനിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇത്ര ഒരു വലിയ സിനിമയുടെ ഭാഗമാവാൻ കഴിയുമെന്ന്, അല്ലെങ്കിൽ വാഴ 2ൻ്റെ ഷൂട്ട് നടക്കുമ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇത്രയൊക്കെ? ഇല്ല എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഈ മീഡിയയിൽ വരുന്ന ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു ചെറിയ ഗ്യാപ്പ് എടുത്തു എന്നുള്ളതല്ലാണ്ട്, അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അഭിനയിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് മീഡിയം ആണെങ്കിലും, ഇപ്പോൾ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കോമഡി ഷോസ് ആയിക്കോട്ടെ, എനിക്ക് എന്താ പറയുക, എനിക്ക് അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് സിനിമയിലേക്ക് വരണം എന്നോ, പിന്നെ നമ്മളിത് ഗ്രാജുവലി നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആവുന്നൊരു സാധനമാണ്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. തുടക്കത്തിലൊന്നും അങ്ങനെ ചെയ്യണം എന്നൊന്നും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ ഗ്രാജുവലി നമ്മുടെ ഉള്ളിലേക്ക് ആഗ്രഹങ്ങൾ വന്നതാണ് ചെയ്യണം എന്നും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴാണെങ്കിലും ഏത് മീഡിയത്തിലാണെങ്കിലും അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏതായാലും വാഴ 2 വലിയ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്ന് സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും നമ്മോടൊപ്പം അശ്വതി ചന്ദാണ് നേരത്തെ അവരുടെ സിനിമ വിശേഷങ്ങളൊക്കെ എല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ചൂടുകുരു, ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻ, ചർമ്മത്തിൽ അലർജി മുതലായ പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗ മേധാവി ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ സംസാരിക്കും. വേനൽക്കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്കിന്ന്, മുഖമൊക്കെ കറുത്തു പോകാന്നുള്ളത്. നമ്മൾ ടാനിങ് എന്ന് പറയും. ശരിക്കും ടാനിങ് നമുക്കൊരു കോസ്മെറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ സൂര്യരശ്മി, അൾട്രാവയലറ്റ് രശ്മി നമ്മുടെ ചർമ്മത്തിൽ തട്ടുമ്പോൾ ചർമ്മത്തിന് കുറച്ച് ഡാമേജ് വരാം. പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് ഇൻഡ്യൂസ് DNA എന്നൊക്കെ പറയുന്ന ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രതിരോധത്തിന് വേണ്ടി നമ്മുടെ മെലനോസൈറ്റ്, അതായത് പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സെല്ല് കൂടുതൽ പിഗ്മെന്റ് ഉണ്ടാക്കി മെലാനിൻ ഉണ്ടാക്കി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറുത്തു പോവുകയും ടാൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇത് കോസ്മെറ്റിക്കലി ആർക്കും അത്ര ആക്സെപ്റ്റബിൾ അല്ല. സ്കിന്ന് പ്രത്യേകിച്ചും നമ്മുടെ വെയിൽ കൊള്ളുന്ന ഭാഗങ്ങൾ, മുഖം, ഡ്രസ്സ് വരാത്ത കൈയുടെ ഭാഗം എല്ലാം കറുത്തു പോവുക. അപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യമേ ഇതിന് പ്രിവെൻഷനാണ് വേണ്ടത്. കഴിവതും നല്ല വെയിലത്തോട്ട് ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് ഇനിയുള്ള കാലാവസ്ഥയിൽ ഒരു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ നല്ല സൂര്യരശ്മികൾ, നല്ല സ്ട്രോങ് അൾട്രാവയലറ്റ് റേസ് ഉള്ള സമയത്ത് കഴിവതും ഒഴിവാക്കുക. പിന്നെ നമുക്ക് സൺസ്ക്രീൻസ് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇപ്പോൾ സൺസ്ക്രീനെ കുറിച്ച് അറിയാം. പക്ഷേ സൺസ്ക്രീൻ തന്നെ പലതരം പ്രിപ്പറേഷൻസ് ഉണ്ട്, പലതരം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതാ നമ്മളുടെ സ്കിന്നിന് ഉചിതം എന്നുള്ളത് നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ടിട്ട്
പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കാവുന്ന പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ. പിന്നെ സൺസ്ക്രീൻ കൂടാതെ ഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കവേർഡ് ക്ലോത്തിങ്, പ്രത്യേകിച്ചും പുറത്തിറങ്ങുമ്പോൾ വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്തൊക്കെ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് സൺസ്ക്രീൻസ് ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ തരില്ല. അപ്പോൾ നമ്മൾ കവറിങ്ങും ഫിസിക്കൽ പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിവെൻറ്റീവായിട്ട് ആൻറ്റി ഓക്സിഡൻസ്, ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പർട്ടിക്കുലർലി ബീറ്റ കരോട്ടിൻ അങ്ങനെയൊക്കെയുള്ള കുറേ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഒരു പരിധി വരെ നല്ല ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ഗ്ലൂട്ടത്തയോണും വൈറ്റമിൻ സി ഇതൊക്കെ സൺ പ്രൊട്ടക്റ്റീവ് ഏജൻസാണ്. പക്ഷേ ഇതെല്ലാം പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്ട്സ് ആണ്. കഴിവതും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മേടിക്കുന്നതായിരിക്കും നല്ലതല്ല. OTC ആയിട്ട് ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കില്ല. പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ടാൻഡായി പോയി, സ്കിൻ നല്ലോണം കറുത്തുപോയി, സ്കിന്നിൻ്റെ നിറം കുറഞ്ഞു എന്നുള്ളവർക്ക് നമുക്ക് ഡീപിഗ്മെൻറ്റിങ് ക്രീംസ് ഉണ്ട്. പല കണ്ടൻസ് ഉണ്ട്, കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെ പല കണ്ടൻസ് ഉള്ള പിഗ്മെൻറ്റ് കുറയ്ക്കാനുള്ളതും സ്കിന്നിൻ്റെ ഡൾനെസ് കുറയാനുള്ള ക്രീംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. അതേപോലെ പിന്നെയും വളരെ ടാൻഡായി അല്ലെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന്, ബിക്കോസ് ക്രീംസ് ഒക്കെ നമുക്ക് എഫക്റ്റ് ആവണമെങ്കിൽ ഒരു 5-6 മാസമൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് വന്ന ടാനിങ് കുറയുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ പ്രൊസീജിയേഴ്സും കോസ്മെറ്റോളജി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും കെമിക്കൽ പീലിംഗ് പോലത്തെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, കെമിക്കൽ പീലിംഗ് നമ്മൾ മെഡിസിൻസ് ഉപയോഗിച്ച് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ് കുറയ്ക്കുകയും സ്കിന്നിൻ്റെ മേൾത്തൊലി ഇങ്ങനെ കെരറ്റോലൈസിസ് ഉണ്ടാക്കുക എന്ന് പറയും. അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് ചെറുതായിട്ട് പീൽ ഓഫ് ചെയ്തിട്ട് ഫ്രഷ് സ്കിൻ ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സിനെ കണ്ട് ചെയ്യാം. അതുപോലെ പിഗ്മെൻറ്റ് റിമൂവൽ ലേസേഴ്സ് ഉണ്ട്. അതായത് അൺഈവൻ സ്കിൻ ടോണിന് ND-AG എന്ന് പറഞ്ഞ് പിഗ്മെൻറ്റ് റിമൂവൽ ലേസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. വ്യത്യസ്തമായ ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണത്തിലൂടെ ഗിന്നസ് റെക്കോർഡ് നേടി തിരുവനന്തപുരം സ്വദേശിനി ലേഖ രാധാകൃഷ്ണൻ. സ്വന്തം കയ്യാൽ നിർമ്മിച്ച ഹെയർ ക്ലിപ്പ് ശേഖരമാണ് റെക്കോർഡിന് അർഹയാക്കിയത്. 2000-ലധികം ഹെയർ ക്ലിപ്പുകളാണ് ഇതിനായി ലേഖ നിർമ്മിച്ചത്. വല്ലഭന് പുല്ലും ആയുധം എന്നതുപോലെ തൻ്റെ ചുറ്റുപാട് ലഭ്യമാകുന്ന എന്തിനേയും വ്യത്യസ്തങ്ങളും ആകർഷകവുമായ ഹാൻഡ് ക്രാഫ്റ്റാക്കി മാറ്റും ലേഖ രാധാകൃഷ്ണൻ. 2023 ഡൽഹി സ്വദേശിനി അലീന ഗുപ്തയുടെ 1124 ഹെയർ ക്ലിപ്പുകൾ എന്ന റെക്കോർഡാണ് 1535 ഹെയർ ക്ലിപ്പുകൾ നിരത്തി ലേഖ മറികടന്നത്. ഈ ഓൾ കേരള ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കണം. സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഹെയർ ക്ലിപ്പിന് 1121 റെക്കോർഡുണ്ട്, അത് മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു യജ്ഞത്തിലാണ് എനിക്ക് ഗിന്നസ് കിട്ടിയത്. പാഴ്വസ്തുക്കളിൽ നിന്നും വിശിഷ്യ മത്സ്യാവശിഷ്ടങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത കരകൗശല ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയതിന് URF റെക്കോർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ലേഖ രാധാകൃഷ്ണൻ. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിൽ നിന്നും സീനിയർ മാനേജറായി വിരമിച്ച ലേഖ ഇപ്പോൾ ലൈസൺ ഓഫീസർ കൂടിയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയാണ് നേട്ടങ്ങൾക്ക് പിൻബലമെന്ന് ലേഖ പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇടപ്പള്ളി രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ. അദ്ദേഹമാണ് എന്നെ ഇന്ന് ഇത്രയും ഈ നിലയ്ക്ക് എത്തിച്ചതിൻ്റെ പ്രധാന കാര്യം. പിന്നെ മകൻ വിഷ്ണു ഇപ്പോൾ ജർമ്മനിയിലാണ്, കാൻകോർ ഇൻഗ്രീഡിയൻസിൽ ബിസിനസ് മാനേജറാണ്. മരുമകൾ ചാന്ദിനി ഗായിക, കുഞ്ഞു ബാവയുണ്ട് ജാൻകി, മകള് ഡോക്ടർ രേണുക, മരുമകൻ ഹരി കല്ലിക്കാട്ട് IAS ഇപ്പോൾ ഡൽഹിയിലെ കളക്ടറാണ്. ഇത്രയും പേരും എൻ്റെ ഈ ഗാലറി സെറ്റ് ചെയ്യാനും എന്നെ എല്ലാത്തിനും ഇപ്പോഴും നിലവിലും സപ്പോർട്ട് തരുന്നത്. അതാണ്, ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആരും രക്ഷപ്പെടും. തൻ്റെ നിർമ്മിതികൾ ഇടപ്പഴഞ്ഞിയിലെ വീട്ടിൽ ഗാലറിയായി ഒരുക്കിയിട്ടുണ്ട് ഇവർ. താല്പര്യമുള്ള സ്കൂൾ കുട്ടികളുമായി ഗാലറി സന്ദർശിക്കാൻ സ്കൂളുകളെയും സംഘടനകളെയും ക്ഷണിക്കുക കൂടിയാണ് ലേഖ. തൻ്റെ അറിവുകൾ പകർന്നു നൽകാനും തയ്യാറാണെന്നും ഇവർ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരി റെയിലിനായുള്ള മലയോര ജനതയുടെയും ശബരിമല തീർത്ഥാടകരുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. അതിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി കാലടി റെയിൽവേ സ്റ്റേഷനിലെ കാട് കയറിയ ഭാഗങ്ങൾ റെയിൽവേ വൃത്തിയാക്കി. ഇതോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഒഴിവാകും എന്നതിൻ്റെ ആശ്വാസത്തിലാണ് കാലടിക്കാർ. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് ശബരി റെയിൽപാത. 111 കിലോമീറ്റർ നീളം വരുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതി നടപ്പിലാക്കുമെന്നത് മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്.
ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയിലെ 14 സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ടത് കാലടിയാണ്. ആദിശങ്കരന്റെ ജന്മസ്ഥലവും ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന കാലടിയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. കാടുപിടിച്ചു കിടന്ന പ്രദേശം കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി വൃത്തിയാക്കി മടങ്ങി. അതുകൊണ്ട് തന്നെ പദ്ധതി പുനരാരംഭിക്കുന്നതിന്റെ സൂചനയാണ് പുറത്തു വന്നത്. റെയിൽവേ പദ്ധതി വീണ്ടും തുടങ്ങുന്നതിന്റെ സന്തോഷത്തോടൊപ്പം സ്റ്റേഷനു വേണ്ടി പണിത കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയത് ഒഴിവാകുമല്ലോ എന്ന ആശ്വാസത്തിലാണ് കാലടി ഗ്രാമപഞ്ചായത്ത്. കാലടിയെ സംബന്ധിച്ച് ശബരിപാത റീസ്റ്റാർട്ട് ചെയ്ത വലിയ അനുഗ്രഹം തന്നെയാണ്. ഇത് വർഷങ്ങളായി ഇവിടെ ഒരു ഡെഡായ നിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടുതലും മയക്കുമരുന്നുകളും അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ടിങ്ങിലൂടെ ഇതൊരു പുതുജീവൻ നൽകി ആ ശല്യം ഒഴിവാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് തമ്പടിച്ചാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനപ്പുറത്തേക്ക് ഗർഭനിരോധന ഉറകൾ വരെ ഈ മുറികളിൽ കാണാം. പോലീസിന്റെ പെട്രോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ നടപടി പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ അറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് വളരെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. മാത്രമല്ല പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ട്. വേസ്റ്റ് പ്രശ്നം വളരെ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. മാത്രമല്ല വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഇതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് സഫലീകരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാലടി പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു. ശബരി റെയിൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കാലടിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ സൂചനകൾ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം കാലടിയിൽ നിന്നും KK പ്രശാന്ത്, അമൃത ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നോക്കാം. ചൂടുകുരു, ചൊറിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻ, ചർമ്മത്തിൽ അലർജി മുതലായ പ്രശ്നങ്ങൾ വേനൽക്കാലത്ത് കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഇത്തരം ചർമ്മ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൊച്ചി അമൃത ആശുപത്രിയിലെ ഡെർമറ്റോളജി വിഭാഗ മേധാവി ഡോക്ടർ വിനീത വർഗീസ് പണിക്കർ സംസാരിക്കും. വേനൽക്കാലത്ത് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്കിന്ന്, മുഖമൊക്കെ കറുത്തു പോകാന്നുള്ളത്. നമ്മൾ ടാനിങ് എന്ന് പറയും. ശരിക്കും ടാനിങ് നമുക്കൊരു കോസ്മെറ്റിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് റെസ്പോൺസ് ആണ്. നമ്മൾ സൂര്യരശ്മി, അൾട്രാവയലറ്റ് രശ്മി നമ്മുടെ ചർമ്മത്തിൽ തട്ടുമ്പോൾ ചർമ്മത്തിന് കുറച്ച് ഡാമേജ് വരാം. പ്രത്യേകിച്ചും അൾട്രാവയലറ്റ് ഇൻഡ്യൂസ് DNA എന്നൊക്കെ പറയുന്ന ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്രതിരോധത്തിന് വേണ്ടി നമ്മുടെ മെലനോസൈറ്റ്, അതായത് പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന സെല്ല് കൂടുതൽ പിഗ്മെന്റ് ഉണ്ടാക്കി മെലാനിൻ ഉണ്ടാക്കി നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറുത്തു പോവുകയും ടാൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഇത് കോസ്മെറ്റിക്കലി ആർക്കും അത്ര ആക്സെപ്റ്റബിൾ അല്ല. സ്കിന്ന് പ്രത്യേകിച്ച് നമ്മുടെ വെയിൽ കൊള്ളുന്ന ഭാഗങ്ങൾ, മുഖം, ഡ്രസ്സ് വരാത്ത കൈയുടെ ഭാഗം എല്ലാം കറുത്തു പോവുക. അപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആദ്യമേ ഇതിന് പ്രിവെൻഷനാണ് വേണ്ടത്. കഴിവതും നല്ല വെയിലത്തോട്ട് ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് ഇനിയുള്ള കാലാവസ്ഥയിൽ ഒരു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ നല്ല സൂര്യരശ്മികൾ, നല്ല സ്ട്രോങ് അൾട്രാവയലറ്റ് റേസ് ഉള്ള സമയത്ത് കഴിവതും ഒഴിവാക്കുക. പിന്നെ നമുക്ക് സൺസ്ക്രീൻസ് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇപ്പോൾ സൺസ്ക്രീനെ കുറിച്ച് അറിയാം. പക്ഷേ സൺസ്ക്രീൻ തന്നെ പലതരം പ്രിപ്പറേഷൻസ് ഉണ്ട്, പലതരം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതാ നമ്മളുടെ സ്കിന്നിന് ഉചിതം എന്നുള്ളത് നമുക്ക് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കാവുന്ന പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ. പിന്നെ സൺസ്ക്രീൻ കൂടാതെ ഡ്രസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കവേർഡ് ക്ലോത്തിങ്, പ്രത്യേകിച്ചും പുറത്തിറങ്ങുമ്പോൾ വെയിലൊക്കെ കൊള്ളുന്ന ഭാഗത്തൊക്കെ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് കൊണ്ട് കവർ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് സൺസ്ക്രീൻസ് ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ തരില്ല. അപ്പോൾ നമ്മൾ കവറിങ്ങും ഫിസിക്കൽ പ്രൊട്ടക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിവെൻറ്റീവായിട്ട് ആൻറ്റി ഓക്സിഡൻസ്, ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് പർട്ടിക്കുലർലി ബീറ്റ കരോട്ടിൻ അങ്ങനെയൊക്കെയുള്ള കുറേ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഒരു പരിധി വരെ നല്ല ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ ഗ്ലൂട്ടത്തയോണും വൈറ്റമിൻ C ഇതൊക്കെ സൺ പ്രൊട്ടക്റ്റീവ് ഏജൻസാണ്. പക്ഷേ ഇതെല്ലാം പ്രിസ്ക്രിപ്ഷൻ പ്രോഡക്ട്സ് ആണ്. കഴിവതും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മേടിക്കുന്നതായിരിക്കും നല്ലതല്ല. OTC ആയിട്ട് ഇതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കില്ല.
പിന്നെ ഓൾറെഡി നമ്മളിപ്പോൾ ടാൻഡ് ആയി പോയി, സ്കിൻ നല്ലോണം കറുത്തുപോയി, സ്കിന്നിൻ്റെ നിറം കുറഞ്ഞു എന്നുള്ളവർക്ക് നമുക്ക് ഡീപിഗ്മെൻറ്റിങ് ക്രീംസ് ഉണ്ട്, പല കണ്ടൻസ് ഉണ്ട്, കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെ പല കണ്ടൻസ് ഉള്ള പിഗ്മെൻറ്റ് കുറയ്ക്കാനുള്ളതും സ്കിന്നിൻ്റെ ഡൾനെസ് കുറയാനുള്ള ക്രീംസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാം. അതേപോലെ പിന്നെയും വളരെ ടാൻഡായി അല്ലെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന്, ബിക്കോസ് ക്രീംസ് ഒക്കെ നമുക്ക് എഫക്റ്റ് ആവണമെങ്കിൽ ഒരു 5-6 മാസമൊക്കെ ഉപയോഗിച്ചാലേ നമുക്ക് വന്ന ടാനിങ് കുറയുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടണമെങ്കിൽ പ്രൊസീജിയേഴ്സും കോസ്മെറ്റോളജി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും കെമിക്കൽ പീലിംഗ് പോലത്തെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ, കെമിക്കൽ പീലിംഗ് നമ്മൾ മെഡിസിൻസ് ഉപയോഗിച്ച് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ് കുറയ്ക്കുകയും സ്കിന്നിൻ്റെ മേൾത്തൊലി ഇങ്ങനെ കെരറ്റോലൈസിസ് ഉണ്ടാക്കുക എന്ന് പറയും. അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്ന് ചെറുതായിട്ട് പീൽ ഓഫ് ചെയ്തിട്ട് ഫ്രഷ് സ്കിൻ ഉണ്ടാക്കുന്ന പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സിനെ കണ്ട് ചെയ്യാം. അതുപോലെ പിഗ്മെൻറ്റ് റിമൂവൽ ലേസേഴ്സ് ഉണ്ട്. അതായത് അൺഈവൻ സ്കിൻ ടോണിന് ND-AG എന്ന് പറഞ്ഞ് പിഗ്മെൻറ്റ് റിമൂവൽ ലേസേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. വ്യത്യസ്തമായ ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണത്തിലൂടെ ഗിന്നസ് റെക്കോർഡ് നേടി തിരുവനന്തപുരം സ്വദേശിനി ലേഖ രാധാകൃഷ്ണൻ സ്വന്തം കയ്യാൽ നിർമ്മിച്ച ഹെയർ ക്ലിപ്പ് ശേഖരമാണ് റെക്കോർഡിന് അർഹയാക്കിയത്. 2000-ലധികം ഹെയർ ക്ലിപ്പുകളാണ് ഇതിനായി ലേഖ നിർമ്മിച്ചത്. വല്ലഭന് പുല്ലും ആയുധം എന്നതുപോലെ തൻ്റെ ചുറ്റുപാട് ലഭ്യമാകുന്ന എന്തിനേയും വ്യത്യസ്തങ്ങളും ആകർഷകവുമായ ഹാൻഡ് ക്രാഫ്റ്റാക്കി മാറ്റും ലേഖ രാധാകൃഷ്ണൻ. 2023 ഡൽഹി സ്വദേശിനി അലീന ഗുപ്തയുടെ 1124 ഹെയർ ക്ലിപ്പുകൾ എന്ന റെക്കോർഡാണ് 1535 ഹെയർ ക്ലിപ്പുകൾ നിരത്തി ലേഖ മറികടന്നത്. ഈ ഓൾ കേരള ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഗിന്നസ് റെക്കോർഡ് നേടിയെടുക്കണം. സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഹെയർ ക്ലിപ്പിന് 1121 റെക്കോർഡുണ്ട്, അത് മറികടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു യജ്ഞത്തിലാണ് എനിക്ക് ഗിന്നസ് കിട്ടിയത്. പാഴ്വസ്തുക്കളിൽ നിന്നും വിശിഷ്യ മത്സ്യാവശിഷ്ടങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത കരകൗശല ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയതിന് URF റെക്കോർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ലേഖ രാധാകൃഷ്ണൻ. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിൾ കമ്പനിയിൽ നിന്നും സീനിയർ മാനേജറായി വിരമിച്ച ലേഖ ഇപ്പോൾ ലൈസൺ ഓഫീസർ കൂടിയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയാണ് നേട്ടങ്ങൾക്ക് പിൻബലമെന്ന് ലേഖ പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇടപ്പള്ളി രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ. അദ്ദേഹമാണ് എന്നെ ഇന്ന് ഇത്രയും ഈ നിലയ്ക്ക് എത്തിച്ചതിൽ പ്രധാന കാര്യം. പിന്നെ മകൻ വിഷ്ണു ഇപ്പോൾ ജർമ്മനിയിലാണ്, കാൻകോർ ഇൻഗ്രീഡിയൻസിൽ ബിസിനസ് മാനേജറാണ്. മരുമകൾ ചാന്ദിനി ഗായിക, കുഞ്ഞു വാവയുണ്ട് ജാൻകി, മകൾ ഡോക്ടർ രേണുക, മരുമകൻ ഹരി കല്ലിക്കാട്ട് IAS ഇപ്പോൾ ഡൽഹിയിലെ കളക്ടറാണ്. ഇത്രയും പേരും എൻ്റെ ഈ ഗാലറി സെറ്റ് ചെയ്യാനും എന്നെ എല്ലാത്തിനും ഇപ്പോഴും നിലവിലും സപ്പോർട്ട് തരുന്നത്. അതാണ് ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആരും രക്ഷപ്പെടും. തൻ്റെ നിർമ്മിതികൾ ഇടപ്പഴഞ്ഞിയിലെ വീട്ടിൽ ഗ്യാലറിയായി ഒരുക്കിയിട്ടുണ്ട് ഇവർ. താല്പര്യമുള്ള സ്കൂൾ കുട്ടികളുമായി ഗ്യാലറി സന്ദർശിക്കാൻ സ്കൂളുകളെയും സംഘടനകളെയും ക്ഷണിക്കുക കൂടിയാണ് ലേഖ. തൻ്റെ അറിവുകൾ പകർന്നു നൽകാനും തയ്യാറാണെന്നും ഇവർ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരി റെയിലിനായുള്ള മലയോര ജനതയുടെയും ശബരിമല തീർത്ഥാടകരുടെയും കാത്തിരിപ്പ് തുടരുകയാണ്. അതിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായി കാലടി റെയിൽവേ സ്റ്റേഷനിലെ കാട് കയറിയ ഭാഗങ്ങൾ റെയിൽവേ വൃത്തിയാക്കി. ഇതോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഒഴിവാകും എന്നതിൻ്റെ ആശ്വാസത്തിലാണ് കാലടിക്കാർ. അങ്കമാലി മുതൽ എരുമേലി വരെയാണ് ശബരി റെയിൽപാത. 111 കിലോമീറ്റർ നീളം വരുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പദ്ധതി നടപ്പിലാക്കുമെന്നത് മുന്നണികളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമാണ്. ശബരിമല തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയിലെ 14 സ്റ്റേഷനുകളിൽ പ്രധാനപ്പെട്ടത് കാലടിയാണ്. ആദിശങ്കരന്റെ ജന്മസ്ഥലവും ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന കാലടിയിലെ ഈ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം നേരത്തെ നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. കാടുപിടിച്ചു കിടന്ന പ്രദേശം കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി വൃത്തിയാക്കി മടങ്ങി. അതുകൊണ്ട് തന്നെ പദ്ധതി പുനരാരംഭിക്കുന്നതിന്റെ സൂചനയാണ് പുറത്തു വന്നത്. റെയിൽവേ പദ്ധതി വീണ്ടും തുടങ്ങുന്നതിന്റെ സന്തോഷത്തോടൊപ്പം സ്റ്റേഷനു വേണ്ടി പണിത കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയത് ഒഴിവാകുമല്ലോ എന്ന ആശ്വാസത്തിലാണ് കാലടി ഗ്രാമപഞ്ചായത്ത്. കാലടി സംബന്ധിച്ച് ശബരിപാത റീസ്റ്റാർട്ട് ചെയ്ത വലിയ അനുഗ്രഹം തന്നെയാണ്. ഇത് വർഷങ്ങളായി ഇവിടെ ഒരു ഡെഡായ നിലയിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ
കൂടുതലും മയക്കമരുന്നുകളും അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ടിങ്ങിലൂടെ ഇതൊരു പുതുജീവൻ നൽകി ആ ശല്യം ഒഴിവാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്ത് തമ്പടിച്ചാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനപ്പുറത്തേക്ക് ഗർഭനിരോധന ഉറകൾ വരെ ഈ മുറികളിൽ കാണാം. പോലീസിന്റെ പെട്രോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ നടപടി പ്രദേശവാസികൾക്ക് ആശ്വാസമാകുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ അറ്റിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് വളരെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. മാത്രമല്ല പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ട്. വേസ്റ്റ് പ്രശ്നം വളരെ കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. മാത്രമല്ല വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ ഇതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് സഫലീകരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പദ്ധതി യാഥാർത്ഥ്യമായാൽ കാലടി പ്രദേശത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ റെയിൽവേക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകുന്നു. ശബരി റെയിൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കാലടിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിൻ്റെ സൂചനകൾ റെയിൽവേ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എങ്കിലും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം കാലടിയിൽ നിന്നും കെ പ്രശാന്ത്, അമൃത ന്യൂസ്. കർഷകരുടെ കഠിനാധ്വാനത്തിൽ വിളഞ്ഞ നെല്ലും വെള്ളരിയും വാഴയും മാത്രമല്ല ഷമാമും തണ്ണിമത്തനുമെല്ലാം നമ്മുടെ നാട്ടിലും വിളയിക്കാമെന്ന് ഇതിനോടകം തന്നെ കർഷകർ തെളിയിച്ചു കഴിഞ്ഞു. കോഴിക്കോട് മാവൂർ പാടങ്ങളിൽ ഇപ്പോൾ തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് സമയമാണ്. അസഹനീയമായ ചൂടിൽ വലയുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന ആ കാഴ്ചകൾ കാണാം. മാവൂരിലെ പ്രധാന കർഷകനായ മരക്കാർ ബാവയുടെ തോട്ടത്തിലാണ് തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് ആരംഭിച്ചത്. നെല്ലും വാഴയും പച്ചക്കറികളും മാത്രം കൃഷി ചെയ്തിരുന്ന പരമ്പരാഗത കൃഷിരീതി പിന്തുടരാൻ ബാവയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. മാവൂർ പാടത്ത് 11 വർഷം മുൻപ് ആദ്യമായി തണ്ണിമത്തൻ കൃഷി ഇറക്കിയപ്പോൾ മറ്റ് കർഷകർ പോലും മരക്കാർ ബാവയെ പരിഹസിച്ചു. ഈ കൃഷി നമ്മുടെ മണ്ണിന് അനുയോജ്യമല്ലെന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തപ്പോൾ അന്ന് മാവൂർ പാടത്ത് 100 മേനി തണ്ണിമത്തനാണ് വിളഞ്ഞത്. മറ്റ് കർഷകരും പിന്നീട് തണ്ണിമത്തൻ കൃഷി ഏറ്റെടുത്തു. ഇത്തവണയും മരക്കാർ ബാവയുടെ മാവൂരിലെ പാടത്തെ കൃഷിയിടത്തിൽ ഷമാമിന്റെയും കണിവെള്ളരിയുടെയും കൂടെ 2.5 ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തനും കൃഷിയിറക്കിയിട്ടുണ്ട്. നാംധാരിയും ഈശോയും മഹീക്കോയും ഉൾപ്പെടെ 3 ഇനങ്ങളാണ് മാവൂർ പാടത്ത് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. നമ്മളെ മണ്ണിന് ഏറ്റവും കൂടുതൽ യോജിച്ച കൃഷി ഏതാണെന്ന് വെച്ചാൽ കിരണാണ്. കിരണിൽ നമ്മൾ ഈശോ, മഹീക്കോ, നാംധാരി പല കമ്പനികളും പല രീതിയിലുള്ള കമ്പനികളും നമ്മൾ വിത്തായിട്ട് കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നാംധാരി ഉണ്ട്, മഹീക്കോ ഉണ്ട്, ഈശോ ഉണ്ട്. അങ്ങനെ 3 ഐറ്റംസും ചെയ്തിട്ടുണ്ട്. കൃഷി വകുപ്പ് പകർന്നു നൽകിയ പാഠങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കിയാണ് മരക്കാർ ബാവ കൃഷിയിൽ വിജയം കൊയ്തത്. പ്ലാസ്റ്റിക് മൾച്ചിങ്ങും ഡ്രിപ്പ് ഇറിഗേഷനും ജലസേനം കണിക ജലസേനം വഴി വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വെള്ളത്തോടൊപ്പം തന്നെ വളപ്രയോഗം അതിൻ്റെ കൂടെ ചെയ്യാവുന്ന രീതിയിൽ നൂതനമായ കൃഷി രീതി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലാണ് ഈ കൃഷി ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല വിളവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും വിളവെടുപ്പിൽ പങ്കാളികളായി. ചൂട് വർദ്ധിച്ചതോടെ ധാരാളം പേരാണ് മാവൂരിലെ നാടൻ തണ്ണിമത്തനുകൾ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്. വേനൽ മഴയാണ് ഇത് തുണച്ചത്. അതേസമയം ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ല. വേനൽ മഴ എത്തിയത് ചൂടില് വലിയ ആശ്വാസവുമായിട്ടുണ്ട്. എബി ചേരുകയാണ്. എബി, കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വേനൽ കടുത്തതാണ് ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിയന്ത്രണത്തിന് പ്രധാനപ്പെട്ട കാരണം. വേനൽ മഴ എത്തുന്നതോടെ അക്കാര്യത്തിലൊരു കുറവുണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്നതാ വേനൽ മഴ കഴിഞ്ഞ ദിവസം നന്നായിട്ട് പെയ്തു പലയിടത്തും. എന്തായാലും വൈദ്യുതി ഉപഭോഗത്തിനും കുറവ് വന്നിട്ടുണ്ട് അല്ലേ? ലിജിനെ, ഇത് ശക്തമായിട്ടുള്ള ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനൊരു ശമനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വേനൽ മഴ എത്തിയതോടുകൂടി അന്തരീക്ഷം ഒരു നേരിയ തോതിൽ ഒരു വലിയ ചൂടിൽ നിന്നും ഒരു മോചനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരാത്ത രീതിയിൽ തന്നെ ഒരു ഉപഭോഗത്തിൽ കുറവ് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതി ഉണ്ടായത്. നേരത്തെ 117 വരെയൊക്കെ പോയിരുന്നതാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. 10 കൂടിയാണ് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് വാർത്താക്കുറിപ്പ് ഇറങ്ങുക. അതിന് മുമ്പ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരമാണ്. ഇന്നലെ നിയന്ത്രണങ്ങളൊന്നും തന്നെ വേണ്ടി വന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ഒരു സമയത്തൊക്കെ നിൽക്കുമ്പോൾ സമയത്തും വലിയ രീതിയിൽ ചൂട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ നിലയ്ക്കല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
സ്വാഭാവികമായും വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ മഴ പെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്തു. ഇന്നിപ്പോൾ ആ മഴയ്ക്കുള്ള ചില ഒരുക്കങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും യെല്ലോ അലർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും പ്രകൃതിയും ഒരു വിധത്തിൽ തണുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ ഒരു വലിയ കുറവ് ഉണ്ടാകുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്ന് തന്നെയാണ് KSEB നൽകുന്ന വിശദീകരണം. എന്തായാലും ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് 10:00 ഇറങ്ങും. അപ്പോൾ എത്രമാത്രമാണ് ഉപഭോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൾ ഉൾപ്പെടെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ലിജിൻ, അതാണ് എന്തായാലും വേനൽ മഴ തുണച്ചത് ചൂടിൽ നിന്നുമുള്ള ഒരു ആശ്വാസം മാത്രമല്ല, വൈദ്യുതി ഉപഭോഗത്തിന് വലിയ കുറവ് ഉണ്ടായിരിക്കുന്നു. വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും അത് വേനൽ മഴ വന്നതോടുകൂടി ഈ നിയന്ത്രണം കഴിഞ്ഞ ദിവസം അധികം വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. എബിയാണ് വിവരങ്ങൾ നൽകിയത്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കത്തിച്ച ബൈക്കിന് പകരം പുതിയ സ്കൂട്ടർ. പി പ്രസന്നന് പുതിയ വാഹനത്തിന്റെ താക്കോൽ ജാഗ്രത പയ്യന്നൂർ കൂട്ടായ്മ കൈമാറി. അക്രമങ്ങളിൽ നിന്നും CPM പിന്മാറണമെന്ന് വി കുഞ്ഞികൃഷ്ണനും എന്നും സത്യത്തിനൊപ്പമെന്ന് പ്രസന്നനും പറഞ്ഞു. 10 രൂപ ചലഞ്ചിലൂടെയാണ് ജാഗ്രത പയ്യന്നൂർ പണം സമാഹരിച്ചത്. ചലഞ്ചിലൂടെ 40,000 രൂപ സമാഹരിച്ചു. ബാക്കി തുക സംഭാവന ഇനത്തിൽ ലഭ്യമാക്കി. ജനുവരി 26 രാത്രിയിലാണ് പ്രസന്നന്റെ വെള്ളൂരിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് തള്ളിക്കൊണ്ടുപോയി സാമൂഹ്യവിരുദ്ധർ തീയിട്ടത്. ബൈക്ക് പൂർണ്ണമായും കത്തി. ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പയ്യന്നൂരിൽ ഏകപക്ഷീയമായ ആക്രമണമാണ് നടക്കുന്നതെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. ഈ വധഭീഷണി ഉൾപ്പെടെ എന്റെ നേരെ ഉയർത്തിക്കൊണ്ടുവരാൻ മാസങ്ങളോളം പോലീസ് കാവലിൽ കഴിയാൻ എന്ത് സാഹചര്യമാണ് പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ളത്? CPM നേതൃത്വം വിശദീകരിക്കേണ്ടതാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഒരു നിമിഷ നേരം കൊണ്ട് ഒരു സ്വിച്ചിട്ടാൽ അവസാനിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഈ പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കും. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ കഴിയും. മെഡിക്കൽ റപ്പായ തന്റെ ജീവനോപാധിയായിരുന്ന ബൈക്കാണ് കത്തിച്ചതെന്നും സ്കൂട്ടർ കിട്ടിയതിൽ സന്തോഷമെന്നും പി പ്രസന്നൻ പ്രതികരിച്ചു. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ളവയിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് TI മധുസൂദനൻ MLA-ക്കെതിരെ പരസ്യ നിലപാടെടുത്തതോടെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കിയത്. അമൃത ന്യൂസ്, കണ്ണൂർ. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്ന് വ്യാപാരം ആരംഭിക്കുക? എന്താണ് വിപണിയിൽ ഇന്ന് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വിപണിയിൽ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിൽ കൂടിയും ആഗോള സാഹചര്യങ്ങൾ അത്ര തൃപ്തികരമല്ല. ഇറാൻ US ഡീൽ യാഥാർത്ഥ്യമാവാത്തതിൻ്റെ ഒരു ആശങ്ക വിപണിയിൽ ഇപ്പോഴുമുണ്ട്. അതിൻ്റെ പ്രതിഫലനം എണ്ണ വിലയിൽ കാണുന്നുമുണ്ട്. $100 മുകളിലാണ് കുറച്ച് നാളുകളായി എണ്ണ വിലയിൽ വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യത്തിന് ഉണ്ടായേക്കാവുന്ന ഒരു സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് വലിയ തോതിൽ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്നുള്ളത് കൊണ്ടും എണ്ണവിലയിൽ ഉള്ള ഈ ഒരു ഉയർന്ന നിലവാരം വലിയ തോതിൽ വിപണിയെ ബാധിക്കുന്നുണ്ട്. ആ ഒരു ആശങ്ക തന്നെയാണ് പലപ്പോഴും വിപണിയുടെ ഉയർന്ന നിലവാരത്തിൽ വിൽപ്പന ഉണ്ടാകുന്നതും വിപണി നഷ്ടത്തിലേക്ക് നീങ്ങുന്നതും. ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിൽ പലതിലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ നഷ്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ വിപണിയിലുണ്ടാവും. രണ്ടാം തര ചെറുകിട ഓഹരികളിലും ഇന്നലെ വിൽപ്പനയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി രണ്ടാം തര ചെറുകിട ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവ് ഇന്നലെ നിക്ഷേപകർ ലാഭമെടുത്തതോടെ നഷ്ടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കൽ വിപണിയിൽ പ്രതീക്ഷിക്കണം. നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ നടത്തുന്ന വിൽപ്പന അത് പ്രതിരോധിക്കത്തക്ക രീതിയിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം നടത്തുന്നെങ്കിൽ കൂടിയും പല ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് ഗണ്യമായി ഉയരുന്നതും വിപണിയിലെ വിൽപ്പന സമ്മർദ്ദത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. ഇന്ന് ഈ ആഴ്ചയിൽ അവസാന വ്യാപാര ദിനമാണ്. നാളെ വിപണിക്ക് അവധിയായതുകൊണ്ടും തുടർച്ചയായി 3 ദിവസം വിപണിയിൽ വ്യാപാരം ഇല്ലാത്തതുകൊണ്ടും ആഗോള സാഹചര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നതുകൊണ്ടും വളരെ കരുതലോടെ ഉള്ള നീക്കമായിരിക്കും ഇന്ന് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകരും വളരെ കരുതലോടെ ഇടപെടേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ വിപണിയിൽ നഷ്ടമുണ്ടാവുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ലാഭമെടുക്കലിൻ്റെ ഒരു പ്രവണതയിൽ വിപണിയിൽ നഷ്ടം നേരിടുകയാണെങ്കിൽ അതൊരു നിക്ഷേപ അവസരമായി മികച്ച ഓഹരികൾ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്നതിന് ആ ഒരു അവസരമായി കണക്കാക്കാവുന്നതാണ്. എന്തായാലും ഇന്നലത്തേതിൽ നിന്നും ഇന്ന് മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം.
അതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. കെ ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കല്യാൺ സിൽക്സ് ഗ്രൂപ്പിന്റെ യൂത്ത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസിയോയുടെ 13ാമത് ഷോറൂം അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. 13ാമത് ഷോറൂമാണ് അങ്കമാലിയിൽ ആരംഭിച്ചത്. കേരളത്തിൽ മാത്രം 100 ഷോറൂമുകൾ തുറക്കാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി 149 രൂപ മുതൽ ആരംഭിക്കുന്ന വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. വിൽപ്പനയ്ക്ക് എത്തുന്ന വസ്ത്രങ്ങളിൽ 80% സ്വന്തം യൂണിറ്റുകളിൽ നിർമ്മിക്കുന്നവയാണ്. ചടങ്ങിൽ കല്യാൺ സിൽക്സ് ഫാസിയോ ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ്, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഫാസിയോന്റെ 13ാമത്തെ ഷോറൂമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഞങ്ങൾക്ക് ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഫാസിയോ എന്ന് പറയുമ്പോൾ തന്നെ ഫാഷൻ ഫോർ യൂത്ത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഇൻഹൗസ് ഡിസൈനർമാർ ടീമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് 100 ചില്ലാനം വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ തന്നെ കാസർഗോഡുള്ള ടേസ്റ്റ് അല്ല തിരുവനന്തപുരത്ത് വെക്കുന്നത്. അതേമാതിരി തന്നെ ഈ കോർപ്പറേറ്റുകൾ അവർ ഡൽഹിയിലോ ബോംബെയിലോ ചെയ്യുന്ന ഡിസൈൻ എല്ലാം തന്നെ കേരളത്തിൽ വിറ്റുപോയിക്കൊള്ളുന്നില്ല. എന്താ വെച്ചാൽ കേരളത്തിൻ്റെ ഒരു അഭിരുചിയോ ടേസ്റ്റോ അവർക്ക് എന്തായാലും ലോക്കലിൽ നിൽക്കുന്ന നമ്മളെമാതിരി അവർക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കേരള ലോക്കലായിട്ട് മാറാൻ പാടില്ല എന്ന് വെച്ചിട്ട് ഇവരൊക്കെ ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതും കേരളത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടിയിട്ടൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 13 ഷോറൂമിലേക്ക് തന്നെ നമുക്കത് വിപുലീകരിക്കാനായിട്ട് സാധിച്ചതും. IPL മുംബൈ ഇന്ത്യൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് നേടിയെങ്കിലും വെറും 18.4 ഓവറിൽ സൺറൈസേഴ്സ് ലക്ഷ്യം മറികടന്നു. സെഞ്ചുറി നേടിയ റയാൻ റിക്കിൾട്ടണിന്റെ ഇന്നിംഗ്സാണ് മുംബൈക്ക് മികച്ച സ്കോർ നൽകിയത്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.